ഒപ്പം അത്താഴം കഴിച്ചവരാണ് ഒറ്റിയതെന്ന വീഡിയോയുമായി പി ദിവ്യ. എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയുമെന്ന് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ ദിവ്യ പറയുന്നു. വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ദിവ്യയുടെ വാക്കുകളൊന്ന് കേൾക്കാം. ആദ്യം, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇത് നമുക്ക് ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ സത്യം തിന്മയുടെ മേൽ അവസാനത്തെ ജയം നന്മയ്ക്കായിരിക്കുമെന്നാണ്. വാക്കിലോ പ്രവൃത്തിയിലോ മനോഭാവത്തിലോ തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. നെറികേട് കണ്ടാൽ ചാട്ടവാറെടുത്ത നീതിമാനായിരുന്നു അദ്ദേഹം. എത്ര സത്യസന്ധമായി ജീവിച്ചാൽ പോലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയും. ഒപ്പമിരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റിക്കൊടുത്തത്. വേട്ടയാടപ്പെട്ടവരുടെ ആത്യന്തിക സത്യത്തിൻ്റെ ദിനം വരിക തന്നെ ചെയ്യും. വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. നമുക്കിപ്പോൾ അർച്ചന രവീന്ദ്രൻ ചേരുന്നു. അർച്ചന രവീന്ദ്രൻ, ഗുഡ് ഈവനിങ്. കുറ്റപത്രത്തിൽ 1-ാം പ്രതിയായി പേര് ചേർക്കപ്പെട്ടയാളാണ് പി ദിവ്യ. ആ പി ദിവ്യ യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തെയും ഉത്ഥാനത്തെയും അനുസ്മരിപ്പിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ തന്റെ ആ പ്രവൃത്തിയിൽ തന്നെ ഒപ്പമിരുന്ന് അത്താഴം കഴിച്ച ചിലർ ഒറ്റിയിട്ടുണ്ട് എന്നതല്ലേ പറഞ്ഞു വെക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു വസ്തുത. അങ്ങനെ ഒപ്പമിരുന്ന് അത്താഴം കഴിച്ച് ദിവ്യയെ ഒറ്റിയത് ആരാണ് അർച്ചന? സുജിയ, ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യം പുറത്തുവരുമെന്ന് പരോക്ഷമായി സൂചിപ്പിക്കുകയാണ് പി ദിവ്യ. ഈസ്റ്റർ ദിനത്തിൽ നൽകിയ സന്ദേശത്തിലാണ് പരോക്ഷ പരാമർശം നടത്തിയിരിക്കുന്നത്. വീണ്ടും ഒരു ഇരവാദവുമായാണ് പി ദിവ്യ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈസ്റ്റർ ദിനാശംസ നേർന്നുകൊണ്ടാണ് ദിവ്യ താൻ നിരപരാധിയാണെന്ന തരത്തിൽ പരോക്ഷ വാദം ഉയർത്തിയിരിക്കുന്നതും പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യസ്നേഹിയായിരുന്നു യേശുവെന്നും നിസ്വാർത്ഥരായ മനുഷ്യർക്ക് വേണ്ടി ചോദ്യം ഉയർത്തിയതിനാണ് യേശുവിന് കുരിശുമരണം വിധിക്കപ്പെട്ടതെന്നും പി ദിവ്യ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം ഇരുന്ന് അത്താഴം കഴിച്ചവരായിരുന്നു ഒറ്റുകൊടുത്തത്, ഒപ്പം നടന്നവരായിരുന്നു കല്ലെറിഞ്ഞത്. എത്ര സത്യസന്ധമായി ജീവിച്ചാലും ആൾക്കൂട്ടം കാര്യമറിയാതെ കല്ലെറിയുന്നുവെന്നാണ് പി ദിവ്യയുടെ വിശദീകരണവും. അതേസമയം ചതി പാർട്ടിക്കുള്ളിൽ നിന്നാണോ അല്ലെങ്കിൽ പുറത്തു നിന്നാണോ എന്നത് ദിവ്യ വ്യക്തമാക്കിയിട്ടില്ല. സത്യം ജയിക്കുമെന്നും പി ദിവ്യ സന്ദേശത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈസ്റ്റർ ദിനത്തിലെ ആശംസയിലാണ് പ്രതികരണം വന്നിരിക്കുന്നതും. സുജയ. ഓക്കെ, അർച്ചന രവീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.